welcome to my channel Get to Know with me. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സേഫായിട്ട് ഇരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു യൂട്യൂബ് റിലേറ്റഡ് വീഡിയോയുമായിട്ടാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ഇൻസ്റ്റഗ്രാം സ്വൈപ്പ് അപ്പിലൂടെ എങ്ങനെ നമ്മുടെ യൂട്യൂബ് വീഡിയോസിന് വ്യൂസ് കൂട്ടാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാമല്ലോ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ 10K ഫോളോവേഴ്സ് ഉള്ള ഒരു പേജിന് മാത്രമേ സ്വൈപ്പ് അപ്പ് ഓപ്ഷൻ എനേബിൾ ആയിട്ട് ലഭിക്കത്തുള്ളൂ. പക്ഷേ 10K ഫോളോവേഴ്സ് ഇല്ലാതെയും നമുക്ക് എങ്ങനെ സ്വൈപ്പ് അപ്പിലൂടെ നമ്മുടെ യൂട്യൂബിന് വ്യൂസ് കൊണ്ടുവരാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. പിന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. സോ ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോവുക. ഇൻസ്റ്റാഗ്രാമിൽ പോയതിന് ശേഷം നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെയാണോ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ ചെയ്യുക. അതായത് നമ്മുടെ ഏറ്റവും മുകളിൽ കാണുന്ന ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏത് യൂട്യൂബ് വീഡിയോ ആണോ ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക. സോ നമ്മൾ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് വീഡിയോ ആണോ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം IGTVയിലാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മളെപ്പോഴും IGTVയിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 മിനിറ്റോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിരിക്കണം. സോ ആ ഒരു ഡ്യൂറേഷൻ അനുസരിച്ചുള്ള ഒരു വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ 2 ഓപ്ഷൻസ് വരും. അതായത് ഒന്ന് ഷോർട്ട് വീഡിയോ, മറ്റൊന്ന് ലോങ് വീഡിയോ. സോ നമ്മൾ IGTVയിലാണല്ലോ നമ്മൾ ലോങ് വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ IGTV സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ലോങ് വീഡിയോ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. സോ കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനൊരു പേജിലേക്ക് വരും. ഇവിടെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു IGTVയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന ഈ ഒരു വീഡിയോയുടെ ഒരു കവർ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഇതേ കണ്ടോ, നമുക്ക് ഈ താഴെ നോക്കിയാൽ നമുക്ക് ഇതിങ്ങനെ ഡ്രാഗ് ചെയ്താൽ നമുക്ക് ഈ വീഡിയോയുടെ അകത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു പാർട്ട് തന്നെ നമുക്ക് കവർ ഫോട്ടോ ആയിട്ട് സെറ്റ് ചെയ്യാം. സോ ഞാൻ ഈ ഒരു പാർട്ട് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. സോ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ 2 കാര്യങ്ങളുണ്ട്. അതായത് ടൈറ്റിൽ, മറ്റൊന്ന് ഡിസ്ക്രിപ്ഷൻ. ഇനിയാണ് നമ്മുടെ മേജറായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ടൈറ്റിലിൻ്റെ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ലിങ്ക് എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബിലോ സിമ്പിളൊക്കെ കാണിക്കുമല്ലോ, അതായത് നമ്മുടെ ഇമോജീസൊക്കെ ഉണ്ടല്ലോ താഴേക്ക് എന്ന് കാണിക്കുന്ന ആ ഒരു ഇമോജി നിങ്ങൾക്ക് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ലിങ്ക് ബിലോ എന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഞാനിവിടെ ആ ഒരു ഇമോജിയാണ് കൊടുക്കാനായിട്ട് നോക്കുന്നത്. കണ്ടോ, ഇതേപോലെ കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ്റെ ഭാഗത്ത് നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക്, അതായത് നമ്മൾ ഇവിടെ ഷെയർ ചെയ്ത ആ ഒരു യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിരിക്കുക. അതാണ് നമ്മളിവിടെ കൊടുക്കാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ വീഡിയോയുടെ ലിങ്ക് ആഡ് ചെയ്തതിന് ശേഷം ഇനി ഒന്നും ചെയ്യാനില്ല, നമുക്ക് നേരെ ഇതൊന്ന് പോസ്റ്റ് ചെയ്യാം. സോ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുവാണ്. സോ നമ്മുടെ വീഡിയോ ഇവിടെ പോസ്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്റ്റോറിയിലാണ്, അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലാണ് നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ നേരെ നമ്മുടെ സ്റ്റോറിയിൽ പോവുക. സ്റ്റോറിയിൽ പോയതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ ആ ഒരു തംബ്നെയിൽ, അതായത് നമ്മുടെ വീഡിയോയ്ക്ക് നമ്മൾ യൂട്യൂബിൽ കൊടുത്തിട്ടുള്ള ഒരു തംബ്നെയിൽ ഉണ്ടല്ലോ, ആ ഒരു തംബ്നെയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തംബ്നെയിൽ, നമ്മുടെ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു തംബ്നെയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ആ ഒരു പിക്ക്, ആ ഒരു തംബ്നെയിൽ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഞാനിവിടെ എൻ്റെ ആ ഒരു വീഡിയോയുടെ ഒരു തംബ്നെയിൽ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഞാൻ ഈ ഒരു തംബ്നെയിൽ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ ഒരു സ്വൈപ്പ് അപ്പ് പേജ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റോറി കാണുന്ന സമയത്ത് നമുക്ക് കാണാമല്ലോ, ഒരു സ്വൈപ്പ് അപ്പ് എന്ന് കൊടുത്തിട്ട് മുകളിലേക്ക് കുറച്ച് ആരോ കൊടുത്തിട്ടുള്ള ഒരു സിമ്പൽ ഉണ്ടല്ലോ, അത് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മളിത് ഇവിടെ കാണുന്ന ഈ ഒരു മൂന്നാമത്തെ ഒരു ഐക്കൺ ഉണ്ടല്ലോ, ആ ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്വൈപ്പ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ
ഒരുപാട് സ്റ്റിക്കേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്, അതായത് സ്വൈപ്പ് അപ്പിൻ്റെ സ്റ്റിക്കേഴ്സ് കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മളിത് ഇവിടെ താഴെയായിട്ട് കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പേജിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു ചെയിൻ പോലെ ഒരു ഐക്കൺ കാണിക്കുന്നുണ്ട്, കണ്ടോ? ഈ ഫസ്റ്റ് കാണിക്കുന്ന ആ ചെയിൻ പോലത്തെ ആ ഒരു ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ സ്വൈപ്പ് അപ്പ് ലിങ്ക് IGTV വീഡിയോ ഒന്ന് കാണിക്കുന്നുണ്ട്. സോ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള IGTV വീഡിയോസ് എല്ലാം തന്നെ ഇവിടെ കാണിക്കും. അതിൽ നിന്ന് നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കോൾ ടു ആക്ഷൻ ആഡഡ് എന്നൊരു പോപ്പപ്പ് മെസ്സേജ് നമുക്ക് കാണിക്കും. ഇത്രയേ ഉള്ളൂ യഥാർത്ഥത്തിൽ നമ്മുടെ പരിപാടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ സ്റ്റോറി പോസ്റ്റ് ചെയ്യുക. സോ ഞാനിവിടെ സ്റ്റോറി പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മളിത് ഇവിടെ സ്റ്റോറി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നും കൂടി നമ്മുടെ സ്റ്റോറി ഒന്ന് ഓപ്പൺ ചെയ്യുക. സോ നമ്മൾ നമ്മുടെ സ്റ്റോറി ഒന്ന് ഓപ്പൺ ചെയ്യുവാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കാണിക്കും, അതായത് വാച്ച് വീഡിയോ എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മളൊന്ന് സ്വൈപ്പ് അപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ നമ്മുടെ ഏത് വീഡിയോ ആണോ നമ്മൾ പോസ്റ്റ് ചെയ്തത് ആ ഒരു IGTV വീഡിയോയിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലായിട്ട് കാണാം, ഏറ്റവും മുകളിലായിട്ട് നമ്മൾ നേരത്തെ ടൈറ്റിലിൽ കൊടുത്ത പോലെ ലിങ്ക് എന്ന് കൊടുത്തിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ആരോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാം നമ്മുടെ ലിങ്ക്, അതായത് നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഏതൊരാളും ഈ ഒരു വീഡിയോ കണ്ടാൽ അവർക്ക് ഇനിയും കാണണം എന്ന് തോന്നിയാൽ അവർക്ക് ഈ ഒരു ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നേരെ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിലേക്കായിരിക്കും. സോ അവർക്ക് അവിടെ പോയിട്ട് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാവുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം IGTV യൂസ് ചെയ്ത് 10K ഫോളോവേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ സ്വൈപ്പ് അപ്പ് ഓപ്ഷൻ വെച്ചിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ വ്യൂസ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാ കാര്യങ്ങളും എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ ഞാൻ എപ്പോഴൊക്കെ വീഡിയോസ് ഇട്ടാലും അതെല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.